മനുഷ്യർ നിങ്ങളെ തള്ളി പറഞ്ഞാൽ, മനുഷ്യർ നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട. പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും വലിയ ദൈവസാന്നിധ്യത്തിനകത്ത. കർത്താവിന് മഹത്വം. ഒരു ചെറിയ കാര്യം നിങ്ങളോട് ഞാൻ പറയാം. എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത, എന്നെ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം നൽകിയ ഒരു ബൈബിൾ വചനമുണ്ട്. എന്തെന്നറിയാവോ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം, അതായത് അവസാനത്തെ വാക്യം. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ആമേൻ. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ചേർന്ന് നടക്കാൻ പറ്റുന്ന, ആത്മാർത്ഥതയോടെ നമ്മുടെ ഒപ്പം ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരാളെ നമുക്ക് കിട്ടത്തില്ല. ഈ പലവരും നമ്മുടെ അടുത്തോട്ട് വരുന്നത് അവരുടെ കാര്യം സാധിക്കാനായിട്ടാണ്. അവരുടെ കാര്യം കഴിയുമ്പോൾ അവർ നൈസായിട്ട് നമ്മൾ ഒഴിവാക്കിയിട്ട് പോകും. ചിലപ്പോൾ അവരാഗ്രഹിക്കുന്നത് പോലുള്ള ജീവിതം നമുക്ക് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ, അതല്ലെങ്കിൽ അവർ നമ്മുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലൊക്കെ ഇവർ നൈസായിട്ട് നമ്മൾ ഒഴിവാക്കിയിട്ട് പോകും. നമുക്ക് ഭയങ്കര വേദനയായിരിക്കും. പക്ഷേ ബൈബിളിനകത്ത് കർത്താവായ യേശു പറഞ്ഞൊരു വചനം ഇതാണ്, ഞാൻ നിൻ്റെ കൂടെ കാണും. സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമായാലും, ആരൊക്കെ കൂടെ ഇല്ലെങ്കിലും ഞാൻ നിൻ്റെ കൂടെ കാണും. ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ച് പോയാലും ഞാൻ നിൻ്റെ കൂടെ കാണും. ഇന്നും നാളെയും കാണുമെന്നല്ല പറഞ്ഞത്, പള്ളിയിൽ പോകുന്ന സമയത്തോ പ്രാർത്ഥിക്കുമ്പോഴോ കാണുമെന്നല്ല പറഞ്ഞത്, എപ്പോഴും യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ദൈവം നൽകിയ ഏറ്റവും വലിയ പ്രോമിസുകളെന്നതാണ്, ദൈവം കൂടെ കാണും. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അടുത്ത് വരുന്ന ഒരാളല്ല ദൈവം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും പ്രാർത്ഥിക്കാത്തപ്പോഴും, നമ്മൾ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും, ഏത് സാഹചര്യത്തിലും ഈ ദൈവം നമ്മുടെ കൂടെ കാണും. ആരൊക്കെ ഉപേക്ഷിച്ച് പോയാലും, ആരൊക്കെ തള്ളി പറഞ്ഞാലും, ആരൊക്കെ വേണ്ടെന്ന് പറഞ്ഞാലും ഈ ദൈവത്തിൻ്റെ വാക്കിന് മാറ്റമില്ല. ദൈവം കൂടെ കാണുമെന്ന് പറഞ്ഞാൽ കൂടെ കാണുക തന്നെ ചെയ്യും. മനുഷ്യൻ നമ്മുടെ അടുത്തോട്ട് വരുന്നത് അവരുടെ കാര്യം സാധിക്കാനാണ്. അവരുടെ കാര്യം സാധിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നില്ലെങ്കിലും അവർ നൈസായിട്ട് നമ്മൾ ഉപേക്ഷിക്കും. പക്ഷേ ഈ ദൈവം നമ്മുടെ അടുത്തോട്ട് വന്നത് തന്നെ നമ്മുടെ കൂടെ ചേർന്ന് നടക്കാനായിട്ടാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെയും നമ്മൾ കാണുന്നത് ദൈവം മനുഷ്യനുമായുള്ള ബന്ധം ആഗ്രഹിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മനുഷ്യർ നിങ്ങളെ തള്ളി പറഞ്ഞാൽ, മനുഷ്യർ നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട. ദൈവം വിശ്വസ്തനാണ്. ആ വിശ്വസ്തനായ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഏത് സാഹചര്യത്തിലും, ഏത് പ്രതികൂലത്തിലും ദൈവം കൂടെയുണ്ട്. ആ ബോധ്യത്തിലായിരിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ. ആരൊക്കെ കൂടെ ഇല്ലെങ്കിലും വിശ്വസ്തനായ ദൈവം നിങ്ങളുടെ കൂടെ കാണും. കർത്താവിൻ്റെ കാര്യം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.